നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 6 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനും 20 മാസത്തോളം നീണ്ട വിചാരണയ്ക്കും ശേഷം പെരിയ ഇരട്ടക്കൊലക്കേസിൽ വിധി വന്നു. 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. 4 CPM നേതാക്കൾക്ക് 5 വർഷം തടവും ശിക്ഷ വിധിച്ചു. കരുതലും കൈത്താങ്ങും ഹോസ്ദുർ താലൂക്ക് തല അദാലത്ത് നടന്നു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി ചിത്താരി വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ കാർണിവൽ സംഘടിപ്പിച്ചു. പിലിക്കോട് ഫാം കാർണിവലിന് തുടക്കമായി. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഹോസ്ദുർ GHSSൽ ദ്വിദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. ഡോക്ടർ AM ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. CPIM പുല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ M കുഞ്ഞമ്പു അനുസ്മരണം നടന്നു. JCI കാഞ്ഞങ്ങാടിന്റെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു. സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. പിലിക്കോട് നടന്നുവരുന്ന ഫാം കാർണിവലിൽ പൊതുജനങ്ങൾക്ക് നെയ്ത്തും നൂൽനൂൽപ്പും പരിചയപ്പെടുത്തി പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന്റെ വിപണന സ്റ്റാൾ. വാർത്തകൾ വിശദമായി. 6 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനും 20 മാസത്തോളം നീണ്ട വിചാരണയ്ക്കും ശേഷം പെരിയ ഇരട്ടക്കൊലക്കേസിൽ വിധി വന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും കൊലപ്പെടുത്തിയ കേസിൽ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷയാണ് വിധിച്ചത്. 1 മുതൽ 8 വരെ പ്രതികൾക്കും 10-15 പ്രതികൾക്കുമാണ് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. 4 CPM നേതാക്കൾക്ക് 5 വർഷം തടവും ശിക്ഷ വിധിച്ചു. എറണാകുളം CBI കോടതിയാണ് ശിക്ഷ വിധിച്ചത്. പെരിയ ഇരട്ടക്കൊലക്കേസിൽ കുറ്റവാളികളെന്ന് കണ്ടെത്തിയ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും 2 ലക്ഷം രൂപ പിഴയും. 1 മുതൽ 8 വരെ പ്രതികളായ A പീതാംബരൻ, സജി C ജോർജ്, KM സുരേഷ്, K അനിൽകുമാർ, ഗിജിൻ, R ശ്രീരാഗ്, A അശ്വിൻ, സുബീഷ്, 10ാം പ്രതി T രഞ്ജിത്ത്, 15ാം പ്രതി A സുരേന്ദ്രൻ എന്നിവർക്കാണ് ഇരട്ട ജീവപര്യന്തം. മുൻ MLA KV കുഞ്ഞിരാമനടക്കം 4 CPM നേതാക്കൾക്ക് 5 വർഷം തടവും 1000 രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. കൊച്ചിയിലെ പ്രത്യേക CBI കോടതിയാണ് വിധി പറഞ്ഞത്. പിഴത്തുക കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബത്തിന് കൈമാറണമെന്നും കോടതി വിധിച്ചു. 6 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനും 20 മാസത്തോളം നീണ്ട വിചാരണയ്ക്കും ശേഷമാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രകമ്പനം സൃഷ്ടിച്ച പെരിയ ഇരട്ടക്കൊലക്കേസിൽ കൊച്ചിയിലെ പ്രത്യേക CBI കോടതി ശിക്ഷ പ്രഖ്യാപിച്ചത്. CPM നേതാവും ഉദുമ മുൻ MLAയുമായ KV കുഞ്ഞിരാമൻ, ഉദുമ CPM മുൻ ഏരിയ സെക്രട്ടറി K മണികണ്ഠൻ ഉൾപ്പെടെ 14 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. കുറ്റക്കാരിൽ ഏറിയ പങ്കും CPM നേതാക്കളും പ്രവർത്തകരുമാണ്. കേസിൽ 10 പ്രതികളെ കോടതി കുറ്റവിമുക്തരാക്കിയിട്ടുണ്ട്. 1ാം പ്രതി A പീതാംബരൻ ഉൾപ്പെടെ 10 പ്രതികൾക്കെതിരെ കൊലപാതകം, ഗൂഢാലോചന, നിയമവിരുദ്ധമായി സംഘം ചേരൽ, കലാപം സൃഷ്ടിക്കൽ, തടഞ്ഞുവെക്കൽ എന്നീ കുറ്റങ്ങളാണ് തെളിഞ്ഞത്. ജീവപര്യന്തം മുതൽ വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റങ്ങളായിരുന്നു ഇത്. 10ാം പ്രതി T രഞ്ജിത്ത്, 15ാം പ്രതി A സുരേന്ദ്രൻ എന്നിവർ ഈ കുറ്റങ്ങൾക്ക് പുറമെ തെളിവ് നശിപ്പിച്ചതായും പ്രതികളെ സംരക്ഷിച്ചതായും കോടതി കണ്ടെത്തി. മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 4 പ്രതികൾക്കെതിരെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പ്രതിയെ കടത്തിക്കൊണ്ടുപോയെന്ന കുറ്റമാണ് ചുമത്തിയത്. പരമാവധി 2 വർഷം തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണിത്. വിധി പറയുന്നതിനിടെ കോടതി പ്രതികളെ കേട്ടിരുന്നു. ശിക്ഷയിൽ ഇളവ് തേടി പ്രതികൾ പ്രാരാബ്ധങ്ങൾ പറഞ്ഞു. ബിരുദം പൂർത്തിയാക്കണമെന്നും പട്ടാളക്കാരനാകാൻ ആഗ്രഹിച്ചിരുന്നുവെന്നുമുള്ള 7ാം പ്രതി അശ്വിന്റെയും വയോധികനാണെന്നും പ്രായമുള്ള അമ്മയെ നോക്കണമെന്നുമുള്ള മുൻ MLA KV കുഞ്ഞിരാമന്റെ അഭ്യർത്ഥനയും കോടതി കേട്ടു. 2019 ഫെബ്രുവരി 17-നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. വിധി പ്രസ്താവന സമയത്ത് കല്യോട്ടെ പ്രതിമണ്ഡപം വൈകാരികമായ രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. കൃപേഷിന്റെ അമ്മ ബാലാമണിയും സഹോദരി കൃപയും ശരത് ലാലിന്റെ അച്ഛൻ സത്യനാരായണനും വിധി പ്രസ്താവന സമയത്ത് സ്മൃതി മണ്ഡപത്തിലുണ്ടായിരുന്നു. പൊട്ടിക്കരഞ്ഞും മുദ്രാവാക്യം വിളിച്ചും പുഷ്പങ്ങൾ അർപ്പിച്ചുമാണ് വിധിയെ സ്വീകരിച്ചത്. കേസിൽ 10 പേരെ
വരെ വെറുതെ വിട്ട വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് കുടുംബം വ്യക്തമാക്കി. വിധിയിൽ തൃപ്തിയുണ്ടെങ്കിലും പൂർണ്ണ സംതൃപ്തരല്ലെന്നും ശരത്ലാലിന്റെ അച്ഛൻ സത്യനാരായണൻ പറഞ്ഞു. അവർക്കെതിരെ കൃത്യമായി നമ്മുടെ നിയമജ്ഞരുമായി ആലോചിച്ച്, നമ്മുടെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരുമായി ആലോചിച്ച് നിയമവശത്തു കൂടി എങ്ങനെ നമുക്ക് മുന്നേറാം, ഏത് വിധത്തിലാണ് നമ്മൾക്ക് അവരെ പൂട്ടാൻ പറ്റും എന്നുള്ള രീതിക്ക് ചിന്തിച്ച് ആലോചിച്ച് കുറച്ച് എല്ലാ തീരുമാനങ്ങളും ഒരുമിച്ച് ചേർത്തുകൊണ്ട് എല്ലാവർക്കും വേണ്ടുന്ന വിധത്തിലുള്ള ഒരു വിധിയായിരിക്കും, നമ്മൾ അന്വേഷണമായിരിക്കും നമ്മൾ മുമ്പോട്ട് വെക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ ജീവിതം തന്നെ ഞാൻ പറയാം, നമ്മൾക്കെല്ലാം മക്കളെ നഷ്ടപ്പെട്ട നമുക്ക് ഒന്നുമില്ല, ആസ്വദിക്കാനില്ല, സന്തോഷിക്കാനില്ല, ഒന്നുമില്ല, ഒരു മരപ്പാവ് പോലെ ഇങ്ങനെ കഴിയാമെന്നല്ലോ. അതിനിടയിൽ ഇതുപോലെ ക്രൂരകൃത്യം ചെയ്ത ഇവർക്ക് എത്ര കണ്ട് നമുക്ക് ശിക്ഷ വാങ്ങിച്ച് മറ്റുള്ളവർക്ക് ഇത് നാട്ടിൽ ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാം, അത് മാത്രമേ നമുക്ക് ചിന്തയുള്ളൂ. അതേസമയം 10 പേരെ കോടതി കുറ്റവിമുക്തരാക്കിയതിൽ ആശങ്കയുണ്ട്. ഇവരെ തടങ്കലിലാക്കും വരെ എന്ത് ത്യാഗം സഹിച്ചും പൊരുതും. മക്കളെ നഷ്ടപ്പെട്ട ഞങ്ങൾ മരപ്പാവകളെ പോലെ സന്തോഷമില്ലാതെ കഴിയുകയാണെന്നും സത്യനാരായണൻ പറഞ്ഞു. പുറത്തു നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഇനിയും ഇവിടെ ആശങ്കയാണ്. കാരണം അവർ രക്ഷപ്പെട്ടു, അവർക്ക് ഇനി എന്ത് ചെയ്യാം, അവർക്ക് ഒന്നും പ്രശ്നങ്ങളില്ല. എത്ര തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള മാർഗം ഇവർ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ, CKS നിന്നായാലും അതുപോലെ സർക്കാരും. അപ്പോൾ അതിൽ നിന്ന് ഇനി എത്ര തന്നെ നമ്മൾ വിഷമിച്ചാലും, എത്ര ത്യാഗം സഹിച്ചാലും, എത്ര സമ്പത്ത് നഷ്ടപ്പെട്ടാലും ഞങ്ങൾ ഈ പ്രതികളെ തടങ്കലിലാക്കും വരെ പൊരുതും. അതിന് യാതൊരു സംശയമില്ല. അതിനുവേണ്ടി ഹൈക്കോടതി വരെ ഞങ്ങൾ പോകും. അതിന് എല്ലാ നമ്മുടെ പ്രസ്ഥാനങ്ങളുടെയും, കോൺഗ്രസ് പ്രസ്ഥാനം, UDFന്റെയും നല്ലവരായ നാട്ടുകാരുടെയും എല്ലാം സന്മനസ്സുള്ള ഒരു വലിയൊരു സമൂഹം കേരളത്തിൽ നമ്മൾ പിന്തുണർക്കൊണ്ട് ആ ഒരു ആത്മധൈര്യത്തോടും ആ ഒരു ചങ്കുറപ്പോടെ ഞങ്ങൾ ഇനിയും മുമ്പോട്ട് പോകും. CPM നേതാവും മുൻ MLAയുമായ KV കുഞ്ഞിരാമൻ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ എന്നിവർ ഉൾപ്പെടെ 4 നേതാക്കൾക്ക് CBI കോടതി 5 വർഷം ശിക്ഷ വിധിച്ചത് കുറഞ്ഞുപോയെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. ഇതിനെതിരെ എൻഹാൻസ്മെന്റ് അപ്പീൽ നൽകുമെന്നും 12 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് മുൻ MLA ഉൾപ്പെടെയുള്ള കുറ്റക്കാരായ നേതാക്കൾ ചെയ്തതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. പരിപൂർണമായി തൃപ്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ വധശിക്ഷ പ്രതീക്ഷ ആളുകൾക്ക് ഇരട്ട ജീവപര്യന്തം കിട്ടിയാൽ, പക്ഷേ ഇരട്ട ജീവപര്യന്തത്തിൽ ഞങ്ങൾ സംതൃപ്തരാണ്. പൂർണ്ണ തൃപ്തിയില്ല എങ്കിൽ പോലും സംതൃപ്തരാണ്. മാത്രമല്ല, ഇതിനകത്ത് 4 പ്രതികൾ ഉന്നതന്മാരാണ്. ഒരാൾ XMLA 2 പ്രാവശ്യം, ഒരാൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, വെളുത്തോളി രാഘവനും വെളുത്തോളി ഭാസ്കരനും ഏരിയ കമ്മിറ്റിയുടെ നേതാക്കന്മാർ, ഇവിടെ ലോക്കൽ കമ്മിറ്റി നേതാക്കന്മാർ എല്ലാം പാർട്ടിക്കാരാണ്. ഇവിടെ ഒരു വിരോധാഭാസം ഉണ്ടായി. ആ വിരോധാഭാസം എന്ന് പറയുന്നത്, ഈ കേസിൻ്റെ വിചാരണ പൂർത്തിയായി 14 പ്രതികൾ 24 പ്രതികളിൽ കുറ്റവാളികളാണെന്ന് കോടതി കണ്ടെത്തി 10 പേരെ വിട്ടയച്ചു. സാധാരണഗതിയിൽ ഒരു ജുഡീഷ്യൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, കുറ്റവാളികളാണെന്ന് കോടതി വിധിച്ചാൽ ആ കുറ്റവാളികളായി വിധിക്കപ്പെടുന്നവരെ അപ്പോഴേ ജയിലിലേക്ക് പറഞ്ഞയക്കും. ഈ കാര്യത്തിൽ 4 പേരെ ജയിലിലേക്ക് വിട്ടില്ല. 4 പേർക്ക് ജാമ്യം കിട്ടിയിരുന്നു. അവർ കുറ്റവാളികളാണെന്ന് കോടതി കണ്ടെത്തിയാൽ ജാമ്യം റദ്ദു ചെയ്യണം, അവരെ ജയിലിലേക്ക് അയക്കണം. ഇന്ന് ശിക്ഷാവിധി പ്രഖ്യാപിക്കുമ്പോൾ ജയിലിൽ നിന്ന് പോലീസ് അകമ്പടിയോടുകൂടിയാണ് ആ 4 പേർ കോടതിയിലേക്ക് വരേണ്ടത്. അപ്പോൾ ഒരു പ്രൊസീജിയർ ഡിഫക്റ്റ് ജഡ്ജ്മെൻറ്റിൽ വന്നിരിക്കുന്നു, ജഡ്ജിക്ക് പറ്റിയിരിക്കുന്നു. പ്രൊസീജിയർ നിയമമനുസരിച്ച്, കീഴ്വഴക്കം അനുസരിച്ച് ഒരു കൊലക്കേസിലെ പ്രതികൾക്ക് കുറ്റവാളികളാണെന്ന് കോടതി വിധിച്ചാൽ വിധിക്കുന്ന എല്ലാ പ്രതികളെയും നേരെ ജയിലിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. പക്ഷെ 4 പേര് ജയിലിൽ പോയില്ല. 4 പേർക്ക് ആ ജാമ്യം തുടർന്നു. ഇന്ന് ആ 4 പേരെ 5 വർഷം തടവിന് വിധിച്ചിരിക്കുന്നു. ഡീൻ കുര്യാക്കോസ് MP ഉൾപ്പെടെ നിരവധി പേരാണ് സ്മൃതി മണ്ഡപത്തിൽ എത്തിയത്. വിധിയുടെ പശ്ചാത്തലത്തിൽ പെരിയ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കനത്ത പോലീസ് സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. ന്യൂസ് ബ്യൂറോ, പെരിയ. കരുതലും കൈത്താങ്ങും ഹോസ്ദുർഗ് താലൂക്ക് തല അദാലത്ത് നടന്നു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് സർക്കാരിന്റെ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങൾക്കുള്ള പരാതികൾ പരിഹരിക്കുന്നതിന് കരുതലും കൈത്താങ്ങും എന്ന പേരിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ താലൂക്ക് തലത്തിൽ നടത്തുന്ന പരാതി പരിഹാര അദാലത്ത് കാസർഗോഡ് ജില്ലയിൽ തുടരുന്നു. ഹോസ്ദുർഗ് താലൂക്ക് പരാതി പരിഹാര അദാലത്ത് കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ നടന്നു. സംസ്ഥാന രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. സ്വാഭാവികമായും ജനകീയ പ്രശ്നങ്ങൾ കേൾക്കുന്ന ഒരു സംവിധാനം, അതിന് അടിയന്തര പ്രാധാന്യത്തിൽ നടപടികൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥമായ ചുമതലക്കാരായ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ അത്
നിർദ്ദേശം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കർശനമായ നിർദ്ദേശം. അതനുസരിച്ചാണ് ഇവിടെ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. താലൂക്ക് തലത്തിൽ എത്തുന്ന പരിപാടി ആയിരക്കണക്കിന് പരാതികളാണ് അതെല്ലാം തന്നെ അടിയന്തര പ്രാധാന്യത്തോടുകൂടി കൈകാര്യം ചെയ്തതിന് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുണ്ട്. ആ ഉദ്യോഗസ്ഥന്മാരുമായി പരാതിക്കാരും ഞങ്ങൾ സംസാരിക്കുകയോ ചർച്ച ചെയ്യുകയും. ഇ ചന്ദ്രശേഖരൻ MLA അധ്യക്ഷനായി. രാജഗോപാലൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ, കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത, നീലേശ്വരം നഗരസഭാ ചെയർപേഴ്സൺ TV ശാന്ത, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, സബ് കളക്ടർ പ്രദീക് ജെയിൻ എന്നിവർ സംസാരിച്ചു. ADM P. അഖിൽ, മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി KK ദിവാകരൻ, ഡെപ്യൂട്ടി കളക്ടർ K. രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. 15 കുടുംബങ്ങൾക്ക് മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുകൾ മന്ത്രി വിതരണം ചെയ്തു. ജനുവരി 4 ശനിയാഴ്ച മഞ്ചേശ്വരം താലൂക്ക് അദാലത്ത് ഉപ്പള ലയൺസ് ക്ലബ് ഹാളിലും ജനുവരി 6 തിങ്കളാഴ്ച വെള്ളരിക്കുണ്ട് താലൂക്ക് അദാലത്ത് ദർശന ഓഡിറ്റോറിയത്തിലും നടക്കും. അദാലത്ത് വേദികളിൽ നേരിട്ടും പരാതികൾ സ്വീകരിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബാലസംഘം സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി ചിത്താരി വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ കാർണിവൽ സംഘടിപ്പിച്ചു. വേലാശ്വരം ഗവൺമെന്റ് UP സ്കൂളിൽ സിനിമാ താരം AV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ കനവുകൾ കരുതലായി നാടുമെന്ന സന്ദേശമുയർത്തി ബാലസംഘം ചിത്താരി വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കാർണിവൽ സർഗാത്മകതയുടെയും സൗഹൃദത്തിന്റെയും മഹോത്സവമായി മാറി. കുടുംബശ്രീയുടെ ഗ്രാമചന്ത, പുരാവസ്തു പ്രദർശനം, കുട്ടികളുടെയും മുതിർന്നവരുടെയും ഫോട്ടോ പ്രദർശനം, ചിത്ര പ്രദർശനം, സ്റ്റാമ്പ് പ്രദർശനം, കരകൗശല വസ്തുക്കളുടെ പ്രദർശനം എന്നിവ ശ്രദ്ധേയമായി. ബാലസംഘത്തിന്റെ പ്രഥമ പ്രസിഡന്റായിരുന്ന EK നായനാരുടെ ഫോട്ടോ വെച്ചുള്ള സെൽഫി പോയിന്റ് കാർണിവലിന്റെ പ്രത്യേകതയായി. വേലാശ്വരം ഗവൺമെന്റ് UP സ്കൂളിൽ സിനിമാ താരം AV ബാലകൃഷ്ണൻ കാർണിവൽ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിൽ നിന്ന് പരിപാടികളിൽ പങ്കെടുത്തിട്ട് പങ്കെടുത്താലെ ഭാവിയിൽ മുന്നോട്ട് നല്ല കലാകാരന്മാരും കലാകാരികളും ചിത്രകാരന്മാരും അതുപോലെ മറ്റു സ്കൂളും അതിൻ്റെ മേഖലകളിലേക്കാൾ മുന്നേറാൻ വേണ്ടി സാധിക്കും. അത് വെറും ഈ വീട്ടിൽ പോകുന്നതുകൊണ്ടിരുന്നാലും അതായത് നമ്മുടെ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിപ്പോൾ ചെറിയ കുട്ടികളെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് മൊബൈലായിട്ടാണ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. ഈ കുട്ടികളിലൊക്കെ വയറ് നിറഞ്ഞത് അറിയില്ല എന്നിങ്ങനെ കൊണ്ടുവരുന്നു. അധ്യാപകനും നാടൻപാട്ട് കലാകാരനുമായ ശ്രീഹരി മുഖ്യാതിഥിയായി. സംഘാടക സമിതി ചെയർമാൻ KV സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ പ്രസിഡന്റ് തേജസ്, ഏരിയ ജോയിന്റ് സെക്രട്ടറി തേജലക്ഷ്മി, വില്ലേജ് കോർഡിനേറ്റർ സുരേന്ദ്രൻ, വില്ലേജ് പ്രസിഡന്റ് ആര്യനന്ദ, പ്രഭാകരൻ ചാലിങ്കാൽ, CB കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വില്ലേജ് കൺവീനർ പവിത്രൻ മാസ്റ്റർ സ്വാഗതവും സെക്രട്ടറി അനുപമ നന്ദിയും പറഞ്ഞു. തുടർന്ന് ശ്രീഹരിയുടെ നാടൻപാട്ടും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാർഷിക മേഖലയിലെ വിജയത്തിലൂടെ മാത്രമേ ഇന്ത്യക്ക് നിലനിൽപ്പുള്ളൂവെന്ന് രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അഭിപ്രായപ്പെട്ടു. പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ജനകീയ സംഘാടനത്തിലൂടെ സംഘടിപ്പിച്ച കാർഷിക വിനോദ വിജ്ഞാന പ്രദർശനമായ ഫാം കാർണിവൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആധുനികത വരുമ്പോൾ തന്നെയും അതോടനുബന്ധമായി നമ്മുടെ കാർഷിക ബോധം, പഴയ കാർഷിക സംസ്കാരം, ആ സംസ്കാരം പൂർണ്ണമായി ഒഴിവാക്കേണ്ട, പക്ഷേ നമുക്ക് സ്വീകരിക്കേണ്ടതും പ്രയോജനപ്പെടുത്തേണ്ടതുമായ സാങ്കേതിക പുതിയ കാര്യങ്ങൾ ഉപയോഗിക്കണം. അതിൽ പരീക്ഷണങ്ങൾ വേണം. ആ പരീക്ഷണം നടത്താനാണ് നമ്മുടെ സ്ഥാപനം. ശാസ്ത്രീയമായ പരിശോധന, ശാസ്ത്രീയമായ പരീക്ഷണം, ആ പരീക്ഷണങ്ങൾ ജനകീയ പങ്കാളിത്തത്തോടുകൂടി എങ്ങനെ പ്രാവർത്തികമാക്കാൻ കഴിയും, അതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് കാർഷിക കേരളം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നവകേരള സന്ദർശന പരിപാടി, നവകേരള സുഷിക പരിപാടിയിലും കാർഷിക മേഖലയ്ക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്. അതിന് കാർഷിക വകുപ്പും കൃഷി മന്ത്രിയും എല്ലാം കൂടി ചേർന്ന്
ഒരു ഭാവം നൽകിയിട്ട് ഞങ്ങൾ പല ഈ അതായത് ഇതിന് പങ്കെടുത്തു. അത് കാർഷിക വിഷയം ധാരാളം ഉന്നയിക്കാൻ ജനങ്ങൾ. നമ്മുടേത് കാർഷിക പ്രാധാന്യമുള്ള സമ്പദ്ഘടനയാണെന്നതിനാൽ സ്വന്തം കാലിൽ നിൽക്കാനുള്ള സൗകര്യമൊരുക്കാൻ ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലയിൽ സമുജ്വലമായ മുന്നേറ്റം നടത്താനാവേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. എം രാജഗോപാലൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP കാർഷിക സർവകലാശാല പവലിയന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ശാസ്ത്ര സാങ്കേതിക വിദ്യ ഫീൽഡ് തല പ്രദർശനം, ബയോ പാർക്കുകൾ, ഫ്രഷ് ഫ്രം ഫാം, വിപണനമേള എന്നിവയുടെ ഉദ്ഘാടനം E ചന്ദ്രശേഖരൻ MLA നിർവഹിച്ചു. സെമിനാർ, പരിശീലന പരിപാടികൾ, അഗ്രോ ക്ലിനിക്, മണ്ണ് പരിശോധന എന്നിവയുടെ ഉദ്ഘാടനം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ നിർവഹിച്ചു. ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ T വനജ, അസോസിയേറ്റ് പ്രൊഫസർ PK രതീഷ്, ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു, കാസർഗോഡ് ആത്മ പ്രൊജക്ട് ഡയറക്ടർ A സുരേന്ദ്രൻ, രവീന്ദ്രൻ മാണിയാട്ട്, KTV മോഹനൻ, VV കൃഷ്ണൻ, PV ഗോവിന്ദൻ, ജില്ലാ വ്യവസായ കേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടർ K നിതീഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Viva by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയാ. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുകൾ. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. വിദ്യാഭ്യാസ രംഗത്ത് ഉത്തര മലബാറിൽ അത്യുന്നതിയിലേക്ക് കുതിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അഫിലിയേറ്റഡ് ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി. ആധുനികവും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതുമായ മികച്ച ക്യാമ്പസ്, പരിചയസമ്പന്നരായ അധ്യാപകർ, മികച്ച ലൈബ്രറി, വാഹന സൗകര്യം എന്നിവ ഉറപ്പു നൽകുന്നു. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547 977188 8547 349188. വിദഗ്ധ ഡെർമറ്റോളജിസ്റ്റുകളുടെ സേവനവുമായി ചർമ്മ സൗന്ദര്യ സംരക്ഷണത്തിനായുള്ള അതിനൂതന സാങ്കേതിക വിദ്യയോടുകൂടിയ സ്കിൻ, ഹെയർ ആൻഡ് ലേസർ സെന്റർ ഇനി കാഞ്ഞങ്ങാടിന് സ്വന്തം. നിങ്ങളുടെ ചർമ്മം, മുടി, നഖം എന്നിവയെ ബാധിക്കുന്ന എല്ലാത്തരം രോഗങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം. പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, കാഞ്ഞങ്ങാട്. ഹൈഡ്രാഫേഷ്യൽ, മെഡിഫേഷ്യൽ, ബോട്ടോക്സ് ഫില്ലർ, ത്രെഡ് ലിപ്സ്, സോറിയാസിസ്, വെള്ളപ്പാണ്ടിനുള്ള ചികിത്സ, മുഖക്കുരുവും കറുത്ത പാടുകളും മാറുന്നതിനുള്ള നൂതന സ്കിൻ പീലുകൾ, ഫേഷ്യൽ റെജുവിനേറ്റർ, മുഖത്തും ദേഹത്തുമുള്ള പാടുകൾക്കുള്ള ചികിത്സ, കാർബൺ പീൽ, ടാറ്റു റിമൂവൽ, മറുക്, അരിമ്പാറ, പാലുണ്ണി എന്നിവയ്ക്കുള്ള ചികിത്സ, ലേസർ ഹെയർ റിഡക്ഷൻ, മുടികൊഴിച്ചിലിനുള്ള ചികിത്സ എന്നിങ്ങനെ എല്ലാത്തരം ചികിത്സാ സൗകര്യവും ലഭ്യമായ കാസർഗോഡ് ജില്ലയിലെ ഏക സ്ഥാപനം പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, നിയർ ഭീമ ജ്വല്ലറി, കാഞ്ഞങ്ങാട്. കോൺടാക്ട് നമ്പർ 9895413028.
വാർത്തകൾ തുടരുന്നു. ഹോസ്ദുർഗ് GHSSൽ ദ്വിദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. കണ്ണൂർ ബഹുഭാഷാ പഠന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ AM ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദ്വിദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. കൂട്ട് എന്ന പേരിൽ സംഘടിപ്പിച്ച ക്യാമ്പ് കണ്ണൂർ ബഹുഭാഷാ പഠന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ AM ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ തൊട്ട് മഞ്ചേശ്വരം വരെയുള്ള വിദ്യാർത്ഥികൾ പല ജാതിയിലും പല മതത്തിലും ഒക്കെ പെടുന്ന വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്ന വണ്ടിയാണ്. പല പ്രായത്തിലുള്ളവരുണ്ട്, പരസ്പരം ലഹള കൂടുന്നവരുണ്ട്, സൗമ്യതയോടുകൂടി കഴിയുന്നവരുണ്ട്, വായനയിൽ ഏർപ്പെടുന്നവരുണ്ട്, കുറച്ച് വർത്തമാനം പറയുന്നവരും ഉണ്ട്. നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ K. പ്രഭാവതി മുഖ്യാതിഥിയായി. വിദ്യാഭ്യാസ ഉപഡയറക്ടർ മധുസൂദനൻ TV വിശിഷ്ടാതിഥിയായി. ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ AV സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. PTA പ്രസിഡന്റ് KP മോഹനൻ അധ്യക്ഷത വഹിച്ചു. CK അഷ്റഫ്, MK റഷീദ്, നൌഷീബ, ഡോക്ടർ കലേഷ് തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. പ്രധാനാധ്യാപകൻ രാജേഷ് MP സ്വാഗതവും ക്യാമ്പ് കോർഡിനേറ്റർ ബാബുരാജ് PP നന്ദിയും പറഞ്ഞു. ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് സമാപന സമ്മേളനം നടക്കും. സംഗീതജ്ഞൻ വെള്ളിക്കോത്ത് വിഷ്ണുഭട്ട് ഉദ്ഘാടനം ചെയ്യും. കാഞ്ഞങ്ങാട് നഗരസഭാ കൌൺസിലർ വന്ദന ബൽരാജ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. DO അരവിന്ദ K വിശിഷ്ടാതിഥിയാവും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. CPIM പുല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ M കുഞ്ഞമ്പു അനുസ്മരണം നടന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. ദീർഘകാലം CPIM പുല്ലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും പാർട്ടി ഏരിയ കമ്മിറ്റി അംഗവുമായി പ്രവർത്തിച്ച M കുഞ്ഞമ്പുവിന്റെ ഓർമ്മദിനത്തിൽ CPIM പുല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണം സംഘടിപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം കാഞ്ഞങ്ങാടിന്റെ പരിസര പ്രദേശങ്ങളിലുമെല്ലാം ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകരിൽ വലിയ രാഷ്ട്രീയ ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള സന്ദർഭമായി. CPIM ഉയർത്തിപ്പിടിച്ചിട്ടുള്ള വിപ്ലവാശയങ്ങൾ, തത്വാധിഷ്ഠിത നിലപാട്, പ്രഖ്യാപിത കാഴ്ചപ്പാടുകളെല്ലാം ഉറച്ചു നിന്നുകൊണ്ട് പാർട്ടി പ്രവർത്തകരെയും പാർട്ടി അനുഭാവികളെയും ഒരു നാടിനെയും ഒരു ജനതയെയും എല്ലാം പാർട്ടിയോടൊപ്പം ഉറപ്പിച്ചു നിർത്തുന്നതിൽ ഇതുപോലെ ഗ്രാമങ്ങളിലും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലുമെല്ലാം പ്രവർത്തിക്കുന്ന നേതൃരംഗത്ത് പ്രവർത്തിക്കുന്ന പ്രാദേശിക നേതൃത്വത്തിന് വലിയ ഇടപെടൽ വേണ്ടി വന്നു. അപ്പൊ അത്തരം സന്ദർഭങ്ങളിലെല്ലാം സഖാവ് കുഞ്ഞമ്പേട്ടനെ പോലെയുള്ള ഒരു സംഘം പാർട്ടി നേതാക്കൾ വലിയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് നമ്മുടെ കാഞ്ഞങ്ങാട് ഏരിയയും പരിസര പഞ്ചായത്തുകളും. ലോക്കൽ സെക്രട്ടറി V നാരായണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. A ഷാജി എടമുണ്ട, MV നാരായണൻ, A കൃഷ്ണൻ, K സീത, നാരായണൻ മാടിക്കാൽ, P നാരായണൻ എന്നിവർ സംസാരിച്ചു. P കുഞ്ഞിക്കേളു സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. JCI കാഞ്ഞങ്ങാടിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. ആനന്ദാശ്രമം ലയൺസ് ക്ലബ് ഓഡിറ്റോറിയത്തിലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. ആനന്ദാശ്രമം ലയൺസ് ക്ലബ് ഫൗണ്ടേഷൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റായി രതീഷ് അമ്പലത്തറ, സെക്രട്ടറിയായി ഡോക്ടർ രാഹുൽ ലേക്ക്, ട്രഷററായി വിഷ്ണുപ്രസാദ്, ഭരണസമിതി അംഗങ്ങൾ എന്നിവർ ചുമതലയേറ്റു. കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ വിൻസെന്റ് മാത്യു മുഖ്യാതിഥിയായി പങ്കെടുത്തു. JCI മേഖലാ പ്രസിഡന്റ് ജസിൽ GN വിശിഷ്ടാതിഥിയായി. ചടങ്ങിൽ പുതിയ അംഗങ്ങളായി 14 പേർ സത്യപ്രതിജ്ഞ ചെയ്ത് അംഗത്വം സ്വീകരിച്ചു. JCI പ്രസിഡന്റ് സ്ഥാനം ഒരു കൊല്ലം മാത്രം ആയി ലഭിക്കുന്നതാണ്. അതായത് അവസരങ്ങൾ രണ്ടാമത് മുട്ടാറില്ലെന്ന് ആദ്യം പ്രസംഗിച്ച എൻ്റെ സുഹൃത്ത് പറഞ്ഞു. അത് വളരെ പ്രത്യേകതയാണ്. പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഉത്സാഹത്തോടും ലക്ഷ്യബോധത്തോടും കൂടിയാണ് രതീഷ് അമ്പലത്തറ ഈ പദവി ഏറ്റെടുത്തിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് എനിക്കൊരു ഫോൺ കോൾ വന്നു. ഞാൻ രതീഷാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ രതീഷാണെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഞാൻ രതീഷ് അമ്പലത്തറയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എങ്ങനെ പറയണ്ടേ, രതീഷ് അമ്പലത്തറ എനിക്ക് അതുപോലെ അറിയാവുന്ന ഒരു സ്റ്റുഡൻ്റാണ്. കാരണം ഞാൻ നേരിട്ട് അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും കേന്ദ്ര സർവകലാശാല ഇവിടെ ആരംഭിച്ച് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഞങ്ങളുടെ ഒരു പ്രസ്റ്റീജിയസ് പ്രൊഫഷണൽ പ്രോഗ്രാമായി സ്റ്റാർട്ട് ചെയ്തതാണ്
social worker program, Master of Social Work, MSW program. ചടങ്ങിൽ 2024 വർഷത്തെ പ്രസിഡന്റ് ചാന്ദേഷ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം ഡയറക്ടർ രഞ്ജിത്ത് സ്വാഗതം പറഞ്ഞു. സോൺ വൈസ് പ്രസിഡന്റ് ദിലീപ് കോത്തേരി ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. സെക്രട്ടറി ഡോക്ടർ രാഹുൽ ലേഖെ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പിലിക്കോട് നടന്നുവരുന്ന ഫാം കാർണിവലിൽ പൊതുജനങ്ങൾക്ക് നെയ്ത്തും നൂൽനൂൽപ്പും പരിചയപ്പെടുത്തി പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന്റെ വിപണന സ്റ്റാൾ. വിവിധ വർണ്ണങ്ങളിലുള്ള ഷർട്ട് തുണികൾ മങ്കത്തിൽ നെയ്തെടുക്കുന്നതും സ്പിന്നിംഗ് മെഷീനിൽ നൂൽ നൂൽക്കുന്നതും കാർണിവലിനെത്തുന്നവർക്ക് അപൂർവ കാഴ്ചയായി. പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന് കീഴിലുള്ള ചെറുവത്തൂർ യൂണിറ്റിലെ ജീവനക്കാരുടെ നേതൃത്വത്തിലാണ് പിലിക്കോട് ഫാം കാർണിവലിൽ നെയ്ത്തും നൂൽനൂൽപ്പും പരിചയപ്പെടുത്തുന്നത്. വിപണന സ്റ്റാളുകളിൽ കോട്ടൺ സാരികളുടെ പ്രദർശനം ആകർഷകമാണ്. സർക്കാർ റിബേറ്റ് കഴിഞ്ഞ് 1100 രൂപ മുതൽ 1500 രൂപ വരെ വില വരുന്ന 10 പരം കോട്ടൺ സാരികൾ ഖാദി കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലുള്ള വിപണന പ്രദർശന സ്റ്റാളിലുണ്ട്. 25ലധികം നിറങ്ങളിലും ഡിസൈനുകളിലുമുള്ള ഷർട്ട് പീസുകൾ, 5 വിഭാഗത്തിലുള്ള കാവിമുണ്ടുകൾ, വെള്ളമുണ്ടുകൾ എന്നിവയ്ക്കൊപ്പം വില്ലേജ് ഇൻഡസ്ട്രീസ് ഉൽപ്പന്നങ്ങളും സ്റ്റാളിലുണ്ട്. പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന് കീഴിലെ ചെറുവത്തൂർ വീവിംഗ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പ്രദർശന സ്റ്റാളിൽ നെയ്ത്ത്, നൂൽനൂൽപ്പ് എന്നിവ കാർണിവലിലെത്തുന്നവർക്ക് പരിചയപ്പെടുത്തുന്നത് തൊഴിലാളികളുടെ അധ്വാനത്തെയും സമർപ്പണത്തെയും പൊതുസമൂഹത്തിലെത്തിക്കാനാണെന്ന് വീവിംഗ് ഇൻസ്ട്രക്ടർ KV ചന്ദ്രശേഖരൻ പറഞ്ഞു. ഇതിൻ്റെ തുണി ഒന്നാമത് വിൽപ്പന, പിന്നെ പ്രദർശനം. പഴയ കാലത്തിൽ അതിങ്ങനെ തുടർച്ചയായിട്ട് കൊണ്ടുപോകും. അപ്പോൾ തൊഴിലാളികളുടെ കൂലി, അയാളുടെ അധ്വാനം ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കുക എന്ന ഉദ്ദേശമാണ് ഉള്ളത്. അതോടുകൂടി വിൽപ്പന നടത്തിയാൽ മാത്രമേ കൂലികൾ ആവുള്ളൂ. അതുപോലെ നമ്മൾ ജനങ്ങളുടെ നിന്ന് ബുദ്ധിമുട്ട് ശരിക്കും മനസ്സിലാക്കി നമ്മളെ സഹകരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരമുള്ള സന്ദർഭം നമ്മൾ ആക്കണം. കാരണം ബുദ്ധിമുട്ട് അറിഞ്ഞുകൊണ്ട് ജനങ്ങൾ സാധനം നല്ല ക്വാളിറ്റിയിലെ സാധനങ്ങൾ കുറേ വർഷം ഉപയോഗിക്കാൻ പറ്റും. പിന്നെ എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ പറ്റും. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്താ ഡോക്ടർ, എനിക്കിന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റും? ഓ, അതിനെന്താ, ഓഫ് കോഴ്സ്. കാഴ്ചയ്ക്കൊപ്പം കാഴ്ചപ്പാടും മാറുന്നു. ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ. കൺഗ്രാറ്റുലേഷൻസ് ഫോർ യുവർ ടൈംലി ഗുഡ് സർവീസ്. ഓൾ ഓഫ് യുവർ ഗുഡ് നഴ്സസ്. നിങ്ങളെപ്പോലെ സമർത്ഥരായ നഴ്സുമാരെയാണ് ഈ ഹോസ്പിറ്റലിന് ആവശ്യം. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി മാറ്റിയെടുത്ത് അവരെ സാന്ത്വനിപ്പിക്കാൻ മനസ്സുള്ളവരാണ് നഴ്സുമാർ. നിങ്ങൾ ഓരോരുത്തർക്കും ആ കഴിവ് ഞാൻ കാണുന്നു. നിങ്ങൾ പഠിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചത് യൂണിറ്റിയാണ്. ഞങ്ങളിപ്പോൾ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഈ അംഗീകാരം നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡിവിനിറ്റി. വിതരണ രംഗത്ത് വടക്കേ മലബാറിലെ ഏറ്റവും വലിയ ഷോറൂം മണി ഹോം നീഡ്സ്. വീട്ടമ്മമാരുടെ അഭിരുചിക്കിണങ്ങിയ വീട്ടുപകരണങ്ങളുടെ കലവറ. സ്റ്റീൽ, ഓട്, അലുമിനിയം പാത്രങ്ങൾ, മിക്സി, ഗ്രൈൻഡർ, ഓവൻ, ക്രോക്കറി, നോൺ സ്റ്റിക്. വിദഗ്ധരായ തൊഴിലാളികൾ മെനഞ്ഞെടുത്ത ലക്ഷ്മി വിളക്ക്, ഉരുളി, നിലവിളക്ക്, കിണ്ടി, ക്ഷേത്രങ്ങളിൽ ആവശ്യമായ മണികൾ, പൂജാപാത്രങ്ങൾ, വലിയ വിളക്കുകൾ, കൂടാതെ
വ്യാപാരികൾ, ആരാധനാലയങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ, ഡിന്നർ സെറ്റ്, ഹോട്ടലുകൾ എന്നിവയ്ക്ക് ആവശ്യമായ വലിയ അലുമിനിയം പാത്രങ്ങളും ഗ്യാസ് സ്റ്റൗവുകളും ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്ന കാഞ്ഞങ്ങാട്ടെ ഏറ്റവും വലിയ പുതിയ സ്ഥാപനം മണി ഹോം നീഡ്സ്. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്, എന്റെ സ്വന്തം വീട്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. ആരത്? നസീമേ, ഇജ്ജ് കേറുക മോളെ. എല്ലാ പാപ്പക്ക് ഇത്രയും ദൂരമില്ലെല്ലാം കാണും. പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിലെ കണ്ണാടയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓ, എന്നെ ചെറുപ്പാക്കുന്നതും നിന്നെ വലുപ്പാക്കുന്നതും ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. നിങ്ങൾക്കും പോയിക്കൂടെ ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിൽ? എന്റെ സെമീറ, ഞാനിത് ഇപ്പൊ തന്നെ പോലായി. നേത്ര ചികിത്സാ രംഗത്ത് നൂതന സാങ്കേതിക തികവുമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ 10 വർഷം പൂർത്തിയാക്കുന്നു ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബിഗ് മാൾ, കാഞ്ഞങ്ങാട്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ: ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കോട്ടച്ചേരി. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, പരപ്പ. ഐ ട്രസ്റ്റ് ഒപ്റ്റിക്കൽസ്, മാണിക്കോട്. വാർത്തകൾ തുടരുന്നു. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ KMCC സംഗമം സംഘടിപ്പിച്ചു. കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് NA ഖാലിദ് ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ KMCC സംഗമം സംഘടിപ്പിച്ചു. കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് NA ഖാലിദ് സംഗമം ഉദ്ഘാടനം ചെയ്തു. ഭാരവാഹിയാവുക, യൂത്ത് ലീഗിന്റെ ഭാരവാഹിയാവുക എന്നുള്ളത് ഒരു അഭിമാനമായി മാറിയിരിക്കണം. ഇതുപോലെ തന്നെ അഭിമാനകരമായ സിസ്റ്റം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കായികമേളത്തിൽ പാർട്ടി രൂപീകരിച്ചത്. ആ അഭിമാനകരമായ അസ്തിത്വം ഉയർത്തിപ്പിടിച്ച കാലഘട്ടത്തിലെ കുറേ കാലഘട്ടത്തിൽ ചരിത്രത്തോടെ പോകുമ്പോൾ തന്നെ ആ ഒരു അഭിമാനകരമായ അസ്തിത്വം ഉയർത്തിപ്പിടിക്കാൻ നമുക്കൊക്കെ ലീഗിന്റെ ഭാരവാഹികൾക്ക്, KMCCയുടെ ഭാരവാഹികൾക്ക്, യൂത്ത് ലീഗിന്റെ മുസ്ലിം ഭാരവാഹികൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് തന്നെ അറിയാം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരമൊരു സംഗമം എന്ന് പറയുന്നത് KMCCയുടെ ആളുകൾ നമ്മുടെ ഇവിടെ നാട്ടിൽ വന്ന് നമുക്കറിയാം, നമ്മുടെ ഒരു ഭാരവാഹികൾ ഏറ്റവും നമുക്കൊരു പ്രതീക്ഷയുണ്ടാവും. എന്തെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പറാവുക, ബാങ്കിന്റെ ഡയറക്ടർ ആവുക, അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷയായിട്ടാണ് നമ്മളൊക്കെ ഈ പാർട്ടി രംഗത്തൊക്കെ ഒരു പ്രവർത്തനം. ഇപ്പം നമുക്ക് അബ്ദുൽ കലാം നമ്മുടെ പ്രിയപ്പെട്ട മുൻ പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് സ്വപ്നം കാണണം. നമ്മുടെ സ്വപ്നം നമുക്ക് കണ്ടാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് റഷീദ് ആറങ്ങാടി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി KK ജാഫർ സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ വെച്ച് അബുദാബി സംസ്ഥാന KMCC ട്രഷററായി തിരഞ്ഞെടുക്കപ്പെട്ട PK അഹമ്മദിനെയും ദുബായ് സംസ്ഥാന KMCC വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്ത അബ്ദുള്ള ആറങ്ങാടിയെയും ആദരിച്ചു. MP ജാഫർ, K മുഹമ്മദ് കുഞ്ഞി, KK ബദ്രുദ്ദീൻ, AP ഉമ്മർ, ഇബ്രാഹിം പാലാട്ട്, ഷംസുദ്ദീൻ ആവിയിൽ, TK സുമയ്യ, കരീം കുശാൽ നഗർ, KH ഷംസുദ്ദീൻ കല്ലുരാവി, CH സുബൈദ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് പടിഞ്ഞാർ അൽ ഖിദ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് 10ാം വാർഷികാഘോഷത്തിന്റെ നിറവിൽ ആംബുലൻസ് സമർപ്പണം നടന്നു. കാസർഗോഡ് ജില്ലയിലെ മതസാമൂഹിക സാംസ്കാരിക കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ പടിഞ്ഞാർ അൽ ഖിദ്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് ആംബുലൻസ് സമർപ്പണം നടന്നു. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അവരുടെ ഒരു ചിരകാല സ്വപ്നമായിരുന്നു ഈ കാസർഗോഡ് ജില്ല ആരോഗ്യരംഗത്ത് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ലയാണ്. അപ്പോൾ ഈ ജില്ലയിൽ എല്ലാ ആശുപത്രികളും റഫറൽ ആശുപത്രികളാണ്. നമുക്കൊരുപാട് പ്രൈമറി ഹെൽത്ത് സെൻ്റർ ഉണ്ട്. നമുക്ക് അതിപ്പോൾ ഒരുപാട് പ്രൈമറി ഹെൽത്ത് സെൻ്റർ ഫാമിലി ഹെൽത്ത് സെൻ്റർ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ഉണ്ട്, താലൂക്ക് ആശുപത്രി ഉണ്ട്, ജനറൽ ആശുപത്രി ഉണ്ട്, ജില്ലാ ആശുപത്രി ഉണ്ട്, ഉക്കിനടുക്കയിൽ പേരിനൊരു മെഡിക്കൽ കോളേജുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ ഏത് രോഗവുമായി പോയാലും അവരെല്ലാം പറയും ഇവിടെ അതിന് വേണ്ട ട്രീറ്റ്മെൻ്റ് ഇല്ല, അതുകൊണ്ട് നിങ്ങളെ എങ്ങോട്ട് റെഫർ ചെയ്യണം, മംഗലാപുരത്തേക്ക് വേണോ, അല്ലെങ്കിൽ കണ്ണൂരേക്ക് വേണോ, കോഴിക്കോട്ടേക്ക് വേണോ, പരിയാരത്തേക്ക് വേണോ. അപ്പോൾ കാസർഗോഡ് ജില്ലയിലെ എല്ലാ ആശുപത്രികളും റെഫറൽ ആശുപത്രികളാണ്. നാളെ ഒരു അപകടം നടന്നാൽ
ഒരു ട്രോമ കെയർ സെൻറ്റർ ഇല്ലാത്തതുകൊണ്ട് ആളുകൾ മരിക്കും. ഇപ്പോൾ തന്നെ കാഞ്ഞങ്ങാട്ട് ഒരു കുടുംബം മൊത്തം ഒരു അപകടത്തിൽപ്പെട്ട് 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയും 12 വയസ്സുള്ള ആൺകുട്ടിയും മരിച്ചു. മറ്റുള്ളവർ ഗുരുതരമായി കിംസി കിടക്കുകയാണ്. ചെയർമാൻ ഹനീഫ ഡൽഹി അധ്യക്ഷത വഹിച്ചു. ടി.കെ. അബ്ദുൾ റസാഖ് സ്വാഗതവും ട്രസ്റ്റ് മീഡിയ കൺവീനർ മുഹമ്മദ് ഇക്ബാൽ ടി.കെ. നന്ദിയും പറഞ്ഞു. റസാഖ് ഉസ്താദ് ദുആയ്ക്ക് നേതൃത്വം നൽകി. സാദിഖ് പടിഞ്ഞാർ, എം.കെ. അബ്ദുള്ള, എം.കെ. റഷീദ്, കെ.പി. ഇബ്രാഹിം, ടി.കെ. ഇബ്രാഹിം, അസീസ് ആറങ്ങാടി, ടി.കെ. സുമയ്യ, പി.വി.എം. കുട്ടിഹാജി, ചെയർമാൻ ഷുഹൈബ് ടി.കെ. തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് ഇടവകപ്പള്ളിയിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ തിരുനാൾ ആഘോഷത്തിന് കൊടിയേറി. ദിവ്യബലിക്ക് പാപ്പനശ്ശേരി അമലോത്ഭവ മാതാ പള്ളി വികാരി ഫാദർ ജോസഫ് തണ്ണിക്കോട്ട മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 5 ദിവസം നീളുന്ന വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ തിരുനാൾ ആഘോഷത്തിന് തൃക്കരിപ്പൂർ പള്ളിയിൽ കൊടിയേറി. വിശുദ്ധന്റെ നൊവേനയ്ക്കും ജപമാലയ്ക്കു ശേഷം ഇടവക വികാരി ഫാദർ വിനു കയ്യാനിക്കൽ തിരുനാൾ ആഘോഷത്തിന് തുടക്കം കുറിച്ച് കൊടിയേറ്റി. പാപ്പനശ്ശേരി അമലോത്ഭവ മാതാപ്പള്ളി വികാരി ഫാദർ ജോസഫ് തണ്ണിക്കോട്ട് ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജേക്കബ് മാവുങ്കൽ വചന സന്ദേശം നൽകി. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. ശനിയാഴ്ച വൈകുന്നേരം 5 നടക്കുന്ന ദിവ്യബലിക്ക് കണ്ണൂർ രൂപത സഹായമെത്രാൻ ഡോക്ടർ ഡെന്നീസ് കുറുപ്പശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ഷിജു സഹകാർമ്മികത്വം വഹിക്കും. പയ്യന്നൂർ അമലോത്ഭവ മാതാപ്പള്ളി വികാരി ഫാദർ ലിൻഡോ സ്റ്റാൻലി വചന സന്ദേശം നൽകും. തുടർന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ സ്വരൂപം വഹിച്ച് തൃക്കരിപ്പൂർ ടൗണിലേക്ക് അനുഗ്രഹയാത്ര നടക്കും. ഞായറാഴ്ച തിരുനാൾ ദിനത്തിൽ രാവിലെ 10:30 നടക്കുന്ന സമൂഹ ബലിക്ക് കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ വികാരി ഡോക്ടർ ജെറോം ചിങ്ങന്തറ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ഷിബു മണ്ണഞ്ചേരിയിൽ സഹകാർമ്മികനാവും. ഉച്ചയ്ക്ക് നേർച്ച ഭക്ഷണ വിതരണവും നടക്കും. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പാക്കത്തപ്പൻ മഹാദേവ ക്ഷേത്ര മഹോത്സവത്തിന് തുടക്കമായി. കലവറന്തരയ്ക്കൽ ചടങ്ങ് നടന്നു. ഒരു നാടിന്റെ മുഴുവൻ ചൈതന്യം കുടികൊള്ളുന്ന പാക്കത്തപ്പൻ മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീഭൂതബലി നൃത്തോത്സവത്തിന് തുടക്കമായി. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി പാക്കം കണ്ണംവയൽ അമ്പലത്തിങ്ങാൽ വൈകുണ്ഠഗിരി വിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട കലവറനിറക്കൽ ഘോഷയാത്ര പാക്കത്തപ്പൻ മഹാദേവ ക്ഷേത്രത്തിലെത്തി സമർപ്പണം നടന്നു. നിരവധി ഭക്തജനങ്ങൾ കലവറനിറക്കൽ ഘോഷയാത്രയിൽ അണിചേർന്നു. ഘോഷയാത്രയിൽ പങ്കെടുത്ത ഭക്തജനങ്ങൾക്കും മറ്റുള്ളവർക്കും ചരൽക്കടവ് തഖ്വ മസ്ജിദിന്റെ വകയായി പ്രവർത്തകർ സംഭാരം വിതരണം ചെയ്തത് മതമൈത്രി സന്ദേശം വിളിച്ചോതി. വൈകിട്ട് 15 ലക്ഷം രൂപ ചെലവിൽ ക്ഷേത്രത്തിൽ പുതുതായി പണിത നടപ്പന്തൽ സമർപ്പണ കർമ്മവും നടന്നു. പാക്കത്തപ്പൻ മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവം ജനുവരി 3, 4 തീയതികൾ ധനുമാസം 19, 20 തീയതികൾ വെച്ച് നടക്കുന്നതാണ്. അതിൻ്റെ കലവറ നിറക്കൽ ഘോഷയാത്രയാണ് ഇപ്പോൾ കഴിഞ്ഞത്. നമ്മുടെ ഈ വർഷത്തെ ഉത്സവത്തിന് പ്രത്യേകതകൾ പലതുമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷം നമ്മുടെ നാട്ടുകാരുടെയും ഭരണസമിതിയുടെയൊക്കെ നേതൃത്വത്തിൽ, മാതൃസമിതിയുടെയൊക്കെ നേതൃത്വത്തിൽ ഈ വർഷം 15 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ട് ക്ഷേത്രത്തിന് നടപ്പന്തൽ സമർപ്പണം കൂടി ഈ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുകയാണ്. അത് നമ്മുടെ 2014 നമ്മുടെ പാക്കത്തപ്പൻ മഹാദേവ ക്ഷേത്രം പുനഃപ്രതിഷ്ഠ കഴിഞ്ഞ് നമ്മുടെ നാട്ടിന് സമർപ്പിച്ചത്. തുടർന്ന് വിവിധ പൂജാദികളും ഭജനയും അത്താഴപൂജയും പാക്കത്തപ്പൻ കലാക്ഷേത്രം അവതരിപ്പിച്ച നൃത്താർച്ചനയും അരങ്ങേറി. ശനിയാഴ്ച വിവിധ പൂജാദികളും തുലാഭാരവും ശിവസഹസ്രനാമവും ഉച്ചപൂജ, ശ്രീഭൂതബലി എഴുന്നള്ളത്ത്, പ്രസാദ വിതരണം, അന്നദാനം, സർവൈശ്വര്യ വിളക്കുപൂജ, തായമ്പക, ദീപാരാധന, അത്താഴപൂജ, ശ്രീഭൂതബലി എഴുന്നള്ളത്ത്, വസന്തപൂജ, തിടമ്പ് നൃത്തം എന്നിവയും നടക്കും. ജനുവരി 5 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഉത്സവാഘോഷത്തോടനുബന്ധിച്ചുള്ള ഗുളികൻ തെയ്യക്കോലവും ഉണ്ടാകും. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് എ നാരായണൻ നായർ മുല്ലച്ചേരി വീട്, സെക്രട്ടറി കുഞ്ഞിവളപ്പ് കുഞ്ഞിക്കണ്ണൻ, ട്രഷറർ ടി കുഞ്ഞികൃഷ്ണൻ നായർ, വൈസ് പ്രസിഡന്റ് കെ മധുസൂദനൻ നായർ സ്വരലയ, ജോയിന്റ് സെക്രട്ടറി കരുണാകരൻ കുളിയൻമരത്തിങ്കാൽ, ആഘോഷ കമ്മിറ്റി ചെയർമാൻ ടി കുഞ്ഞിക്കണ്ണൻ നായർ, കൺവീനർ കെ പ്രിയേഷ് മാസ്റ്റർ, ട്രഷറർ രാധാകൃഷ്ണൻ നന്ദനം, മാതൃസമിതി പ്രസിഡന്റ് രഞ്ജിനി ബാരയിൽ വീട്, സെക്രട്ടറി സുലോചന ടീച്ചർ, ട്രഷറർ ചിത്രലേഖ നാരായണൻ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
6 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനും 20 മാസത്തോളം നീണ്ട വിചാരണയ്ക്കും ശേഷം പെരിയ ഇരട്ടക്കൊലക്കേസിൽ വിധി വന്നു. 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. 4 CPM നേതാക്കൾക്ക് 5 വർഷം തടവും ശിക്ഷ വിധിച്ചു. കരുതലും കൈത്താങ്ങും ഹോസ്ദുർ താലൂക്ക് തല അദാലത്ത് നടന്നു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി ചിത്താരി വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ കാർണിവൽ സംഘടിപ്പിച്ചു. പിലിക്കോട് ഫാം കാർണിവലിന് തുടക്കമായി. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഹോസ്ദുർ GHSSൽ ദ്വിദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. ഡോക്ടർ AM ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. CPIM പുല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ M കുഞ്ഞമ്പു അനുസ്മരണം നടന്നു. JCI കാഞ്ഞങ്ങാടിന്റെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു. സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. പിലിക്കോട് നടന്നുവരുന്ന ഫാം കാർണിവലിൽ പൊതുജനങ്ങൾക്ക് നെയ്ത്തും നൂൽനൂൽപ്പും പരിചയപ്പെടുത്തി പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന്റെ വിപണന സ്റ്റാൾ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.